മനുഷ്യൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മന്ദിരത്തിൽ കാഴ്ചകളും കർമാചാരങ്ങളും പെരുന്നാളുകളും കൊണ്ടൊക്കെ ദൈവത്തെ ബന്ധിച്ചിടാമെന്നാണ് പലരും കരുതുന്നത്. ഇസ്രായേൽ ജനത്തിന് പറ്റിയ തെറ്റ് അതായിരുന്നു. ആരാധ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ആരാധനാ സ്ഥലത്തെ പ്രാധാന്യമുള്ളതാക്കുന്നത്. എന്നാൽ മനുഷ്യൻ പലപ്പോഴും ഇതത്ര കാര്യമാക്കുന്നില്ല. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വന്ദനം. യെഹെസ്കേൽ പ്രവചന പുസ്തകം 9, 10 അധ്യായങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കടന്നു പോകേണ്ടത്. ദൈവം തൻ്റെ ജനത്തെ ന്യായവിധിക്കായി സന്ദർശിക്കുമ്പോൾ ദേശത്തിൻ്റെ മ്ലേച്ഛത നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന ഒരു ശേഷിപ്പിനെ അതിൻ്റെ മധ്യത്തിൽ അവിടുന്ന് വേർതിരിക്കുന്നത് യെഹെസ്കേൽ പ്രവചനം 9 അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒരു വസ്തുതയാകുന്നു. എത്ര വലിയ ന്യായവിധിയുടെ മധ്യത്തിലും തന്നെ സ്നേഹിക്കുന്ന ജനത്തെ ദൈവം അറിയുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ആശ്വാസം പകരുന്ന സംഗതിയാകുന്നു. യെഹെസ്കേൽ പ്രവചനം 9, 10 അധ്യായങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 9 അധ്യായത്തിൽ യെരുശലേമിലെ ആലയത്തിൽ നിന്ന് ശെഖേന മഹത്വം വിട്ടുപോകുന്നതിനെ തയ്യാറെടുക്കുന്നതായി നാം കാണുന്നു. മനശ്ശെയുടെ കാലത്ത് ശെഖേന മഹത്വം വന്നും പോയി വിരിക്കുകയായിരുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം കരുണാസമ്പൂർണനാണ്. അവൻ ഒരിക്കലും നിസ്സാര കാര്യത്തിന് അക്ഷമനായി തൻ്റെ ജനത്തെ തള്ളിക്കളയില്ല. സുഹൃത്തെ, ദൈവം ദീർഘക്ഷമയുള്ളവനാകുന്നു. ആരും നശിച്ചു പോകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അനുതാപമില്ലാത്ത ദുഷ്ടഹൃദയത്തെ അവൻ ശിക്ഷിച്ചു. യെഹെസ്കേൽ പ്രവചനം 9 അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ച് നഗരത്തിൻ്റെ സന്ദർശനങ്ങളെ അടുത്ത് വരുമാറാക്കുവീൻ, ഓരോരുത്തനും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തനും വെൺമഴു കയ്യിൽ എടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിൻ്റെ വഴിയായി വന്നു. അവരുടെ നടുവിൽ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി ഒരുത്തനുണ്ടായിരുന്നു. അവർ അകത്ത് ചെന്ന് താമ്രയാഗപീഠത്തിൻ്റെ അരികെ നിന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. 6 പുരുഷന്മാർ ഓരോരുത്തന് വെൺമഴു കയ്യിൽ എടുത്തുകൊണ്ട് വടക്കോട്ടുള്ള മേലത്തെ പടിവാതിലിൻ്റെ വഴിയായി വന്നു എന്ന് നാം വായിച്ചു. ഈ 6 പുരുഷന്മാർ ദൈവദൂതന്മാരായിരുന്നു. മറ്റൊരു വിശദീകരണവും നൽകുവാൻ ഞാൻ കാണുന്നില്ല. ഈ ലോകത്തെ ന്യായം വിധിക്കുമ്പോൾ ദൈവം ദൂതന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവർ ഇസ്രായേൽ ജാതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ദൈവദൂതന്മാർ. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ അവർക്കൊന്നും ചെയ്യാനില്ല. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു. ദൂതന്മാരല്ല വന്നത്, മാലാഖമാരല്ല വന്നത്. ഇനിയും കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ നിന്നും സഭയെ ചേർക്കാൻ വരുമ്പോഴും തന്നോടൊപ്പം ദൂതന്മാർ ഉണ്ടായിരിക്കയില്ല. എന്നിരുന്നാലും അവൻ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വരുമ്പോൾ തൻ്റെ ദൂതന്മാരെ അയക്കുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായത്തിൻ്റെ 41 വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും, അവർ തൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ പറയുന്നത്, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഒടുവിലായി അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6, 7 വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു, കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി
ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും എന്ന്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് ശേഷം സഭയെക്കുറിച്ച് യാതൊരു പരാമർശവും നാം കാണുന്നില്ല. എന്നാൽ അതുവരെ സഭയെക്കുറിച്ച് കൂടെ പറഞ്ഞിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. അതിന് കാരണം എന്താണ്? സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടിരിക്കുന്നു. 3-ാം അധ്യായത്തിന് ശേഷം സഭയുടെ സ്ഥാനം കർത്താവിനോടൊപ്പമാണ്. ഈ സമയത്ത് ഭൂമിയിൽ ന്യായവിധിയുടെ ചുമതല ദൂതന്മാർ ഏറ്റെടുത്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എന്ന് നമ്മൾ വായിച്ചല്ലോ, അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. അതായത് ദൈവമഹത്വം വിശുദ്ധ സ്ഥലത്ത് നിന്നും മാറിപ്പോയിരിക്കുന്നു. കൃപാസനത്തിന് മുകളിലായിരുന്നല്ലോ കെരൂബിൻ്റെ സ്ഥാനം. ഇവിടെ ആയിരുന്നു ദൈവമഹത്വം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് എടുക്കപ്പെടുകയാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമായിരുന്നു ദൈവമഹത്വം. അതിപ്പോൾ അവിടെ നിന്നും വേർപെടുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നു, അവനോട് യഹോവ, നീ നഗരത്തിൻ്റെ നടുവിൽ, യെരുശലേമിൻ്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. ദൈവം പറയുകയാണ്, ഈ മ്ലേച്ഛതകളെ ഇഷ്ടപ്പെടുന്നവരെയും അതിന് പുറകെ പോകുന്നവരെയും വേർതിരിപ്പീൻ, അവരെ ഞാൻ ന്യായം വിധിക്കുവാൻ പോകുന്നു. മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിടുകയും കരയുകയും ചെയ്യുന്നവരുടെ നെറ്റിമേൽ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷൻ അടയാളമിട്ടു. അവരായിരുന്നു ആ പട്ടണത്തിൽ ദൈവം രക്ഷിക്കാനിരിക്കുന്ന ശേഷിപ്പ്, ദൈവത്തിൻ്റെ ശേഷിപ്പ്. ഇനിയും 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതിന് അവൻ എന്നോട്, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെയും യഹൂദ ഗ്രഹത്തിൻ്റെയും അകൃത്യം ഏറ്റവും വലുതായിരിക്കുന്നു. ദേശം രക്തപാതകം കൊണ്ടും നഗരം അന്യായം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു, യഹോവ കാണുന്നില്ല എന്ന് അവർ പറയുന്നുവല്ലോ. നോക്കുക, ഈ ജനത്തിൻ്റെ അതിക്രമം എന്തുമാത്രമാണ്. ദൈവം അന്ധനായിരിക്കുന്നു, ഈ ഭൂമിയിലേക്കൊന്നും അവൻ്റെ നോട്ടം എത്തില്ല. ഈ രീതിയിലായിരുന്നു അവരുടെ സംസാരം. നമ്മുടെ ഇക്കാലത്ത് ദൈവം മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രമുണ്ടല്ലോ, അതുപോലെയാണിത്. ഭൂമിയിൽ നടക്കുന്നതൊന്നും ദൈവം അറിയുന്നില്ലെന്നും അവൻ അതിന് പുറത്താണെന്നും പറയുന്നത് എളുപ്പമാണ്. ഒരു വ്യക്തി അടുത്ത സമയത്ത് പറഞ്ഞില്ലേ, ദൈവത്തിന് വേറെ പണിയൊന്നുമില്ല എന്ന്. ഞാൻ പറയട്ടെ, എന്നാൽ അതേക്കുറിച്ച് വാസ്തവത്തിൽ താങ്കൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് യുക്തിഹീനമെന്ന് തന്നെ ബോധ്യമാകും. പ്രിയ സുഹൃത്തെ, ദൈവത്തെ താങ്കൾ കണ്ടിട്ടില്ല എന്നതോ അവൻ്റെ അടയാളങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നതോ ഒന്നും അവൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന തെളിവുകളെ അല്ല. ഞാൻ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് പോയിട്ടില്ല. എന്നാൽ ജപ്പാനിൽ ടോക്കിയോ എന്ന പ്രസിദ്ധമായൊരു പട്ടണമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനൊരു പട്ടണം ഇല്ല എന്ന് എനിക്ക് ഭാവിക്കാം, ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നാൽ ആ പട്ടണം അവിടെ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ഞാൻ അങ്ങനെ ചിന്തിച്ചതിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ശരിയല്ലേ? ദൈവത്തോടൊരു വ്യക്തിക്ക് വ്യക്തിപരമായ അടുപ്പം ഇല്ലെന്നുള്ളത് ദൈവം ഇല്ല എന്നുള്ളതിനുള്ള തെളിവല്ല. ഇസ്രായേൽ ജനങ്ങൾ ദൈവം ഭൂമിയെ വിട്ടുപോയി എന്ന് പറയുവാൻ ശ്രമിക്കുകയായിരുന്നു. എന്തുകൊണ്ട്? കാരണം അവർ ദൈവത്തെ തങ്ങളിൽ നിന്നും അകറ്റിയിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അവർ ദൂരെ പോയിരുന്നു. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാനോ എൻ്റെ കണ്ണിന് ആദരവ് തോന്നാതെയും ഞാൻ കരുണ കാണിക്കാതെയും അവരുടെ നടപ്പിന് തക്കവണ്ണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന് അരുളി ചെയ്തു. നെബൂഖദ്നേസറിൻ്റെ കയ്യാലുള്ള യെരുശലേമിൻ്റെ നാശവും ആലയം തീക്കിരയാകുന്നതും അത്യന്തം ഭീതിജനകമായിരുന്നു. എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്തു? ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ നടപ്പിന് തക്കവണ്ണം നിങ്ങളുടെ തലമേൽ പകരം തരുമെന്ന്. എൻ്റെ സുഹൃത്തെ, ദൈവം കാര്യങ്ങളെ വേഗത്തിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ കാലടികളിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ പാതയിലേക്ക് ചുവട് മാറ്റുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എനിക്ക് നേരെ ഒരു ആന പാഞ്ഞു വരുന്നു എന്ന് കരുതുക. ഒരിക്കലും അതിനെ നേരിടാൻ ഞാൻ ശ്രമിക്കില്ല. ശ്രമിക്കുമോ? എത്രയും വേഗത്തിൽ പിന്തിരിഞ്ഞ് എത്രയും അകലത്തിൽ അതിനോട് അകന്ന് ഓടാനല്ലേ ശ്രമിക്കൂ.
ദൈവത്തെ ത്യജിക്കണമെന്ന് വിചാരിച്ചാൽ താങ്കൾക്കതിന് കഴിയും. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ തേര് ജയത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വഴിയിലേക്ക് താങ്കൾ വരുമെങ്കിൽ അവൻ താങ്കളോട് ദയ കാണിക്കും. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ശണവസ്ത്രം ധരിച്ച് അരയിൽ മഷിക്കുപ്പിയുമായുള്ള പുരുഷൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് വസ്തുത ബോധിപ്പിച്ചു. ഇവിടെ ഇത് രണ്ട് കൂട്ടം ജനങ്ങൾ, ന്യായവിധിക്കായി വേർതിരിക്കപ്പെട്ടവരും രക്ഷിതരായിരിക്കുന്ന ശേഷിപ്പും. തങ്ങളിലേക്ക് തിരിയുന്ന മനുഷ്യനോട് നമ്മുടെ ദൈവം ദയാലുവാകുന്നു സുഹൃത്തെ. ഇക്കാര്യം തന്നെ അവൻ്റെ ന്യായവിധിയെ വാസ്തവത്തിൽ ഭയാനകമാക്കുന്നു, ഇല്ലേ? ഇനി നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് വരാം. യെഹെസ്കേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ യെഹെസ്കേൽ ഉണ്ടാകുന്ന ദർശനം ദൈവമഹത്വം ആലയത്തെ വിട്ടുപോകുന്നതാണ്. ദൈവം വളരെ അസാധാരണമായി യെഹെസ്കേലിനെ യെരുശലേമിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ മ്ലേച്ഛതകളെ അവന് കാണിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇസ്രായേലിൻ്റെ വലിയ പങ്ക് ആളുകൾക്കിടയിലേക്ക്, അതായത് ബാബേൽ പ്രവാസത്തിൽ കഴിയുന്നവരായ ജനത്തിൻ്റെ ഇടയിലേക്ക് അത് പ്രസ്താവിക്കുവാനായി മടക്കിക്കൊണ്ടുവരുന്നു. ഇവിടെ ഈ പ്രവാസികൾക്കിടയിൽ കള്ളപ്രവാചകർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താകുന്നു എന്ന് ഓർക്കുന്നില്ലേ? അവർ പറഞ്ഞത് യെരുശലേമിൽ എല്ലാം ശുഭമായിരിക്കുന്നുവെന്നും അവർ ഉടനെ തന്നെ അങ്ങോട്ട് മടങ്ങുന്നു എന്നുമായിരുന്നു. എന്നാൽ യെഹെസ്കേൽ പ്രവാചകൻ ഇപ്പോൾ അവരോട് പറയാൻ പോവുകയാണ്, എന്തുകൊണ്ടാണ് ദൈവം യെരുശലേമിനെ നശിപ്പിക്കാൻ പോകുന്നതും തൻ്റെ ന്യായവിധി അതിന്മേൽ വരുത്തുവാൻ പോകുന്നതും എന്ന്. അവനിപ്പോൾ അത് പറയാൻ കഴിയും, കാരണം അവൻ അവരുടെ ദുഷ്ട ഹൃദയം കണ്ടുവല്ലോ. യെരുശലേമിലെ ജനത്തിൻ്റെ ജീവിതത്തിൽ അത്രമാത്രം പാപത്തിൻ്റെ തെളിവുകൾ ഉണ്ടായിരുന്നു എന്ന് 8-ാം അധ്യായത്തിൽ നാം കണ്ടു. ആ തെളിവുകളെ ദൈവം യെഹെസ്കേലിന് കാണിച്ചു കൊടുത്തു. ദൈവം ശിക്ഷിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം കാണേണ്ടതുണ്ട്. ശിക്ഷിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ ശിക്ഷണത്തിൽ തൻ്റെ മക്കളെ കൊണ്ടുവരുന്നു എന്നതാണ്. ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ ഒരു തെളിവാകുന്നു അത്. യെഹെസ്കേൽ കണ്ട ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം മനുഷ്യൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ മഹത്വം കെരൂബുകൾക്ക് മുകളിലായിരുന്നു. ആലയത്തിലെ ആ അതിവിശുദ്ധ സ്ഥലത്തെ കെരൂബുകൾക്കിടയിൽ മറ്റ് യാതൊരു ജാതിക്കോ നിശ്ചയമായും ഇന്ന് സഭയ്ക്ക് തന്നെയോ ഇല്ലാത്ത ഒന്നത്രേ ഇസ്രായേലിനുണ്ടായിരുന്നത്. അതെ, ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യം അവർക്കുണ്ടായിരുന്നു. റോമാലേഖനം 9-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ പ്രത്യേകതയ്ക്കുള്ള 8 കാരണങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ദൈവമഹത്വമാണ്. ഈ ജനത്തിന് ഷെക്കേന മഹത്വം, ഷെക്കേന ഗ്ലോറി, അതായത് ദൃശ്യമായ ദൈവസാന്നിധ്യമുണ്ടായിരുന്നു. യെഹെസ്കേൽ തൻ്റെ ദർശനത്തിൽ കണ്ടതായി 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവമഹത്വം, ആലയത്തിൽ നിന്നും ദൈവമഹത്വം വേർപെടാൻ തുടങ്ങുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടു. ആ വേർപെടൽ ഈ 10-ാം അധ്യായത്തിലും തുടരുന്നു. അത് ആലയത്തിൽ നിന്നും വിട്ട് ഉയർന്നു പോയിരിക്കുന്നു. 10-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അനന്തരം ഞാൻ നോക്കിയപ്പോൾ കെരൂബുകളുടെ തലയ്ക്ക് മീതെ ഉണ്ടായിരുന്ന വിതാനത്തിൽ നീലക്കല്ല് പോലെ സിംഹാസനത്തിൻ്റെ സാദൃശ്യത്തിൽ ഒരു രൂപം അവയുടെ മേൽ കാണായി വന്നു. അവൻ ശണവസ്ത്രം ധരിച്ച പുരുഷനോട് സംസാരിച്ചു, നീ കെരൂബിൻ്റെ കീഴെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ ചെന്ന് കെരൂബുകളുടെ ഇടയിൽ നിന്ന് നിൻ്റെ കൈ നിറയെ തീക്കനലെടുത്ത് നഗരത്തിന്മേൽ വിതറുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ കാൺകെ അവൻ ചെന്നു. ആ പുരുഷൻ അകത്ത് ചെല്ലുമ്പോൾ കെരൂബുകൾ ആലയത്തിൻ്റെ വലത്തുഭാഗത്ത് നിന്നു. മേഘവും അകത്തെ പ്രാകാരത്തിൽ നിറഞ്ഞിരുന്നു. ശണവസ്ത്രം ധരിച്ച മനുഷ്യനോട് യാഗപീഠത്തിൽ നിന്നും തീക്കനലെടുത്ത് വിതറാൻ കൽപ്പിച്ചിരിക്കുന്നു. യാഗരക്തം കൃപാസനത്തിൽ തളിച്ചിട്ടുണ്ടായിരുന്നു. ഈ തീക്കനൽ ന്യായവിധിയെ കുറിക്കുന്നതാണ്. അതേ സുഹൃത്തെ, ഈ ജനങ്ങൾ ദൈവത്തിൻ്റെ ദയയും കരുണയും വീണ്ടെടുപ്പും ഒക്കെ നിരസിച്ച് കഴിഞ്ഞു. ഇനിയും അവർ ശിക്ഷാവിധിയെക്കുറിച്ച് കേൾക്കേണ്ടിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, ഇത് എത്ര ലളിതമായിരിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്
തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവിടുന്ന് വിശുദ്ധനായതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തം അവൻ നൽകേണ്ടതായി വന്നു. അവൻ ക്രൂശിൽ മരിക്കേണ്ടി വന്നു. അതെ, ക്രിസ്തുവാണ് നമ്മുടെ പാപപരിഹാരം. അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം തരുന്ന കൃപാസനമാണ്. നമ്മുടേതിന് മാത്രമല്ല, മുഴുവൻ ലോകത്തിൻ്റെയും സകല മാനവജാതിയുടെയും. നിങ്ങൾക്ക് ആശ്രയം വെക്കാവുന്ന ഒരു കൃപാസനമുണ്ട് സുഹൃത്തേ. എന്നാൽ നിങ്ങൾ അതിനെ തിരസ്കരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി നിങ്ങളുടെ മേൽ വരിക തന്നെ ചെയ്യും. ക്രിസ്തു നിങ്ങളുടെ ശിക്ഷാവിധി വഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ കുറ്റം ദൈവം ക്ഷമിക്കുന്നതിനുള്ള ഒരേ ഒരു വഴി അത് മാത്രമാണ്. നിങ്ങളൊരു നല്ല വ്യക്തിയോ ഗുണവാനോ ആയതുകൊണ്ടോ ആയിരുന്നില്ല. താങ്കൾ അവനോട് മത്സരിച്ചും ശത്രുതയിലും ഒരു പാപമായ സ്വഭാവമുള്ള വ്യക്തിയുമായിരുന്നു. എങ്കിലും നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ ക്രിസ്തു ഏറ്റെടുത്തു. നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അവിടുന്ന് അതെല്ലാം ചെയ്തു. അതുകൊണ്ട് ഇന്ന് ദൈവമക്കൾക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രസ്താവന നാം രക്ഷിക്കപ്പെട്ട പാപികളാകുന്നു എന്നത്രേ. നാം അത്ര ഔന്നത്യം ഉള്ളവരല്ല. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. യെരുശലേമിൻ്റെ മേൽ ഇപ്പോൾ ന്യായവിധി വരാൻ പോവുകയാണ്. ഭൂമിയുടെ മധ്യബിന്ദുവായ ആ ദേശത്തിന്മേൽ ദൈവം ശിക്ഷാവിധി അയക്കുകയാണ്. അത് സഹസ്രാബ്ദ രാജ്യത്തിൽ ഭരണകേന്ദ്രമായിരിക്കും. അത് ഭൂമിയുടെ ശാശ്വത കേന്ദ്രമായിരിക്കുകയും ചെയ്യും. ഭൂമിക്ക് മുകളിൽ ഇന്ന് ക്രയവിക്രയത്തിന് ഏറ്റവും താല്പര്യമുള്ള ഭൂപ്രദേശം ഇതാണെന്ന് ഓർക്കണം. ആരോ ഇപ്രകാരം പറഞ്ഞു, അബ്രഹാമിൻ്റെ കാലത്ത് പലസ്തീൻ ഭൂമിയുടെ സ്ഥിരാകേന്ദ്രമായി തീർന്നു. പിന്നീട് മോശയും പ്രവാചകന്മാരും മൂലം അത് സത്യത്തിൻ്റെ കേന്ദ്രമായി തീർന്നു. ആത്യന്തികമായി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ അത് രക്ഷയുടെ കേന്ദ്രമായി തീരുന്നു. പക്ഷേ അവനെ തിരസ്കരിച്ചത് മൂലം അത് ആക്രമണ കേന്ദ്രമായി തീർന്നു. പല നൂറ്റാണ്ടുകളായി അതങ്ങനെ തുടർന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ അത് സമാധാനത്തിൻ്റെ കേന്ദ്രമായി തീരും എന്നത്ര തിരുവചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, മശിഹായുടെ വാഴ്ചക്കാലത്ത് സഹസ്രാബ്ദത്തിൽ മാത്രമല്ല, അത് മഹത്വത്തിൻ്റെ കേന്ദ്രമായി തീരുന്നതാണ്. യെഹെസ്കേലിൻ്റെ ദർശനത്തിലൂടെ ദൈവമഹത്വം ഇപ്പോൾ ആ പട്ടണത്തിൽ നിന്നും അകന്നു പോകുന്നതായി നാം കാണുന്നു. എന്നാൽ ദൈവത്തിന് ആ പട്ടണത്തെ സംബന്ധിച്ച് ഒരു ശാശ്വതമായ ഉദ്ദേശമുണ്ട്. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്മേൽ നിന്ന് പൊങ്ങി ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു. ആലയം മേഘം കൊണ്ട് നിറഞ്ഞിരുന്നു. പ്രാകാരവും യഹോവയുടെ മഹത്വത്തിൻ്റെ ശോഭ കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ ജനങ്ങൾ ദൈവത്തെ സമീപിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത്, അതായത് വിശുദ്ധ സ്ഥലത്ത് ശെഖേന മഹത്വം മൂടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മഹത്വം വിശുദ്ധ സ്ഥലത്ത് നിന്നും മാറിപ്പോയി. ആലയത്തിൻ്റെ ഉമ്മരപ്പടിക്ക് മീതെ നിൽക്കുകയാണ് അതിപ്പോൾ. എന്തിനാണെന്നോ? അത് കണ്ടിട്ടെങ്കിലും ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിനായി. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. കെരൂബുകളുടെ ചിറകുകളുടെ ഇരച്ചിൽ പുറത്ത് പ്രാകാരം വരെ സർവശക്തനായ ദൈവം സംസാരിക്കുന്ന നാദം പോലെ കേൾപ്പാനുണ്ടായിരുന്നു. എന്നാൽ അവൻ ശണവസ്ത്രം ധരിച്ച പുരുഷനോട്, നീ കെരൂബുകളുടെ ഇടയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രങ്ങളുടെ നടുവിൽ നിന്ന് തന്നെ തീയെടുക്ക എന്ന് കൽപ്പിച്ചപ്പോൾ അവൻ ചെന്ന് ചക്രങ്ങളുടെ അരികെ നിന്നു. ഒരു കെരൂബ് കെരൂബുകളുടെ ഇടയിൽ നിന്ന് തൻ്റെ കൈ കെരൂബുകളുടെ നടുവിലുള്ള തീയിലേക്ക് നീട്ടി കുറെ എടുത്ത് ശണവസ്ത്രം ധരിച്ചവൻ്റെ കയ്യിൽ കൊടുത്തു. അവനത് വാങ്ങി പുറപ്പെട്ടു പോയി. കെരൂബുകളിൽ ചിറകുകൾക്ക് കീഴെ മനുഷ്യൻ്റെ കൈ പോലെ ഒന്ന് കാണായി വന്നു. പിന്നെയും ഇവിടെ പറയുന്ന ഈ കൈ ചില കാര്യങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന്. 19-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യവാക്യം. കൈവേല എന്നത് വിരലുകളുടെ പണി എന്ന അർത്ഥമാണ്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ വിരലുകളുടെ പണിയാകും. എന്നാൽ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വേല, മനുഷ്യനെ രക്ഷിക്കുന്നതിനുള്ള ആ പ്രവൃത്തി സൃഷ്ടിപ്പിനേക്കാൾ ഉന്നതമായിരുന്നു. യെശയ്യാപ്രവാചകൻ പറഞ്ഞു, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അതെ, വീണ്ടെടുപ്പിനായി അവൻ തൻ്റെ നഗ്നമായ ഭുജം ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയെ മനസ്സിലാക്കുവാൻ എനിക്ക് പരിചയമുള്ള ഈ പദങ്ങൾ തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ.
ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ കൈവിരലുകൾ ഉപയോഗിക്കുന്നു. മറ്റ് ചില ജോലികൾ ചെയ്യാൻ ഞാൻ എൻ്റെ കൈ ഉപയോഗിക്കുന്നു. എന്നാൽ വളരെ ഭാരിച്ച ജോലികൾ ചെയ്യാൻ ഞാൻ എൻ്റെ ഭുജം ഉപയോഗിക്കുന്നു. ദൈവം ചെയ്തതായ ഉന്നതമായ പ്രവൃത്തി, അതായത് ആശ്ചര്യകരമായ വീണ്ടെടുപ്പിൻ വേലയായിരുന്നു സുഹൃത്തെ. അത് അവൻ്റെ വിരലുകളുടെ പണിയായിരുന്നില്ല. ക്രൂശിൽ പ്രദർശിപ്പിച്ച സ്നേഹത്തിൻ്റെ പ്രകടനം അവൻ്റെ നഗ്നഭുജങ്ങളുടെ പ്രവൃത്തിയായിരുന്നു. എന്നാൽ ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചപ്പോൾ അവൻ തൻ്റെ വിരലുകളാണ് ഉപയോഗിച്ചത്. യെഹെസ്കേൽ ഇവിടെ പറയുന്നത് ന്യായവിധിക്കായി ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു എന്നാണ്. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ കെരൂബുകളുടെ അരികെ 4 ചക്രം കണ്ടു. ഓരോ കെരൂബിനരികെ ഓരോ ചക്രമുണ്ടായിരുന്നു. ചക്രങ്ങളുടെ കാഴ്ച പുഷ്പരാഗം പോലെ ആയിരുന്നു. നിർത്താതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചക്രങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തന നിരതയെയാണ് കാണിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടിയുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി എന്നത്തെക്കാളും തിരക്കിട്ടതായിരിക്കുന്നു. 10-11 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവയുടെ കാഴ്ചയോ 4നും ഒരു ഭാഷയായിരുന്നു. ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രമുള്ളതുപോലെ തന്നെ അവയ്ക്ക് 4 ഭാഗത്തേക്കും പോകാം. തിരിവാൻ ആവശ്യമില്ലാതെ തല നോക്കുന്ന ഇടത്തേക്ക് അതിൻ്റെ പിന്നാലെ അവ പോകുമ്പോൾ തിരിയുകയുമില്ല. എൻ്റെ സുഹൃത്തെ, ദൈവത്തിന് ഒരിക്കലും താൻ മറന്നു വെച്ചത് എന്തെങ്കിലും തിരികെ വന്ന് എടുക്കേണ്ടി വന്നിട്ടില്ല. അവൻ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് മാറേണ്ട ആവശ്യവും വന്നിട്ടില്ല. അവൻ ഒരിക്കലും തൻ്റെ വഴി മാറിപ്പോകുകയുമില്ല. ലോകത്തിൽ തൻ്റെ ഉദ്ദേശം നിവർത്തിക്കുന്നതിനായി അവൻ ഇന്ന് നേരെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, അവയുടെ ദേഹത്തിലെങ്ങും മുതുകിലും കയ്യിലും ചിറകിലും ചക്രത്തിലും 4നും ഉള്ള ചക്രത്തിൽ തന്നെ ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു. ചക്രങ്ങൾക്കോ ഞാൻ കേൾക്കെ ചുഴലികൾ എന്ന് പേർ വിളിച്ചു. ഓരോന്നിനും 4 മുഖമുണ്ടായിരുന്നു. ഒന്നാമത്തെ മുഖം കെരൂബ് മുഖവും, രണ്ടാമത്തേത് മാനുഷ്യമുഖവും, മൂന്നാമത്തേത് സിംഹമുഖവും, 4-ാമത്തേത് കഴുകുമുഖവും ആയിരുന്നു. ഇത് തികച്ചും ആലങ്കാരിക പ്രയോഗമാണെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അതിൽ ഊന്നൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 4 സുവിശേഷങ്ങളിലെ സന്ദേശങ്ങൾ ഇവിടെ നമുക്ക് മുന്നിലുണ്ടെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. മുമ്പ് ഞാൻ അതേക്കുറിച്ച് പറഞ്ഞതാണല്ലോ. കഴുകുമുഖത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചിത്രീകരിക്കുന്നു, അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം. സിംഹമുഖത്തിൽ കർത്താവിൻ്റെ രാജ്യത്വത്തെ ചിത്രീകരിക്കുന്നു, അത് മത്തായി എഴുതിയ സുവിശേഷം. മനുഷ്യമുഖത്തിൽ കർത്താവിൻ്റെ മനുഷ്യത്വത്തെ ചിത്രീകരിക്കുന്നു, അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം. ഒടുവിലായി കെരൂബ് മുഖം, അത് ചിലപ്പോൾ കാള എന്ന് പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ ദാസ്യത്വത്തെ ചിത്രീകരിക്കുന്നു, അത് മർക്കോസ് എഴുതിയ സുവിശേഷം എന്ന് നമുക്കറിയാം. താങ്കൾക്കും എനിക്കും നിത്യജീവൻ നൽകേണ്ടതിനായി കർത്താവ് തൻ്റെ രക്തം ചീന്തി. അവനൊരു കൃപാസനം ഒരുക്കി. ആലയത്തിൽ കെരൂബുകൾ താഴെ യാഗരക്തത്തിലേക്ക് നോക്കി. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിൻ്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകളിൻ മീതെ വന്ന് നിന്നു. ഇപ്പോഴിതാ ദൈവമഹത്വം ആലയത്തിൽ നിന്നും മാറ്റപ്പെടുകയാണ്. 19-ാം വാക്യം, അപ്പോൾ കെരൂബുകൾ ചിറക് വിടർത്തി ഞാൻ കാണുക ഭൂമിയിൽ നിന്നും മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി യഹോവയുടെ ആലയത്തിൻ്റെ കിഴക്കേ പടിവാതിൽക്കൽ ചെന്ന് നിന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ നിന്നു. എത്ര ദുഃഖകരമായൊരു കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. കെരൂബുകൾ ദൈവത്തിൻ്റെ ആലയം വിട്ട് ഉയർന്നു പൊങ്ങിപ്പോകുന്നു. ദൈവമഹത്വവും ആലയത്തിന് വെളിയിലായിരിക്കുന്നു. അത് ഇപ്പോൾ ആലയത്തിൻ്റെ കിഴക്കേ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. 20-ാം വാക്യം മുതൽ, ഇത് ഞാൻ കേബാർ നദീതീരത്ത് വെച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കീഴെ കണ്ട ജീവി തന്നെ. അവ കെരൂബുകൾ എന്ന് ഞാൻ ഗ്രഹിച്ചു. ഓരോന്നിനും 4 മുഖവും 4 ചിറകുമുണ്ടായിരുന്നു. ചിറകിൻ കീഴെ മാനുഷ്യ കൈ പോലെ ഒന്നുണ്ടായിരുന്നു. അവയുടെ മുഖരൂപം വിചാരിച്ചാൽ ഞാൻ കേബാർ നദീതീരത്ത് വെച്ച് കണ്ട മുഖങ്ങൾ തന്നെയായിരുന്നു. അവയുടെ ഭാഷയും അവയൊക്കെയും തന്നെ. അവ ഓരോന്നും നേരെ മുമ്പോട്ട് തന്നെ പോകും.
യെഹെസ്കേൽ കണ്ട ഈ ദർശനം ദൈവം മനുഷ്യാവതാരം ചെയ്യുമെന്ന യാഥാർത്ഥ്യത്തെ, അഥവാ യോഹന്നാൻ എഴുതിയതുപോലെ വചനം ജഡമായി തീർന്നു എന്ന കാര്യത്തെയാണ് ചിത്രീകരിക്കുന്നത്. എത്ര ഉന്നതമായിട്ടുള്ള കാഴ്ചപ്പാടുകളല്ലേ! ദൈവം തൻ്റെ ജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഉന്നതമായ കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയാതെ ദൈവത്തിൽ നിന്നും മാറിപ്പോയ ജനത്തിന് വരുന്ന ന്യായവിധി. എന്നാൽ ഇന്നും അവസരമുണ്ട് എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ലഭിക്കുന്ന അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്നു ദൈവജനത്തിൻ്റെ മഹത്വമായിരിക്കുന്നത്. മനോഹരമായ ആലയങ്ങൾക്കോ മനുഷ്യൻ്റെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ആരാധനാ രീതികൾക്കോ ഒന്നും ദൈവജനത്തിൻ്റെ മധ്യത്തിലുള്ള ശൂന്യത നികത്തുവാൻ സാധ്യമല്ല. തൻ്റെ ജനത്തെ വിട്ടുപോകേണ്ടതിനായി ആലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നീങ്ങുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ കാഴ്ച ഏതൊരു ദൈവഭക്തനെ സംബന്ധിച്ചും ഹൃദയഭേദകമാണ്. നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ നിന്നും എടുക്കുകയും വരുതേ എന്ന് പ്രാർത്ഥിച്ച ദാവീദിനെ ഇത്തരുണത്തിൽ ഓർക്കാതിരിക്കുവാൻ കഴിയുകയില്ല.